എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിൽ ശക്തി നേടാൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കാൻ കഴിയുക? ജീവിതത്തിലെ പല പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും? ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകും, അല്ലേ? വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. ചില സമയങ്ങളിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നും. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയാണ്. ഒരു ശക്തമായ മനസ്സുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഒരു കെട്ടിടം പോലെയാണ് നമ്മുടെ മനസ്സ്. അതിൻ്റെ അടിസ്ഥാനം എത്രത്തോളം ഉറപ്പുള്ളതാണോ അത്രത്തോളം ആ കെട്ടിടം നിലനിൽക്കും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനം ശക്തമാണെങ്കിൽ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയും പേമാരികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഞാൻ പറയുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിൽ ശക്തി നിറച്ച് ഒരു നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. എങ്ങനെയാണ് ഈ ശക്തി നേടുന്നത്? ഒന്നാമതായി നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ ഓരോരുത്തരിലും വലിയ കഴിവുകളും സാധ്യതകളുമുണ്ട്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നു. മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് സ്വയം പറയുക. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടേക്കാം. അത് നമ്മുടെ കഴിവില്ലായ്മയല്ല, മറിച്ച് ആ കാര്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഓരോ പരാജയവും ഒരു പാഠമാണ്. ആ പാഠത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ സ്വയം വിശ്വസിക്കണം. രണ്ടാമതായി, പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് വിളവെടുക്കുന്നു, അല്ലെങ്കിൽ അത് പൂക്കളായി പുഷ്പിക്കുന്നു. നല്ല ചിന്തകൾ വിതച്ചാൽ നല്ല ഫലങ്ങൾ ലഭിക്കും. നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ നിരാശയും ദുഃഖവും മാത്രമായിരിക്കും ഫലം. രാവിലെ ഉണരുമ്പോൾ തന്നെ ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കും എന്ന് ചിന്തിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആളുകളിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക. നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകളുമായി കൂടുതൽ അടുത്തിടപഴകുക. മൂന്നാമതായി, ലക്ഷ്യങ്ങൾ വയ്ക്കുക. അതിനായി പ്രയത്നിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് ഒരു ദിശാബോധം നൽകുന്നു. ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതം ഒരു കപ്പലിനെ പോലെയാണ്. കപ്പിത്താനില്ലാത്ത കപ്പലിനെ പോലെ എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകി നടക്കും. ഒരു ചെറിയ ലക്ഷ്യമാണെങ്കിൽ പോലും അത് നേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകും. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും അതിനായി പ്രവർത്തിക്കുക. ഓരോ ചെറിയ വിജയവും നമ്മുടെ മനസ്സിന് കൂടുതൽ ശക്തി നൽകും. നാലാമതായി, പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ അതിനെ ഒരു അവസരമായി കാണാൻ ശ്രമിക്കുക. ഓരോ പ്രശ്നവും നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു. ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് പുതിയ പാഠങ്ങളാണ് നൽകുന്നത്. ഓർക്കുക, ഒരു മരം കൂടുതൽ ശക്തമാകുന്നത് കാറ്റിനെയും മഴയെയും അതിജീവിക്കുമ്പോഴാണ്. അതുപോലെ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ കൂടുതൽ ശക്തരാകുന്നു. അഞ്ചാമതായി, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കുക. ഒരു ആരോഗ്യമുള്ള ശരീരത്തിലാണ് ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസികാരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. അതുപോലെ മനസ്സിന് നന്നായി വിശ്രമം നൽകണം.
ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, കൂടാതെ പ്രകൃതിയുമായി ഇഴുകിച്ചേരുക. ആറാമതായി, ക്ഷമയും സ്ഥിരതയും വളർത്തുക. ഒരു ശക്തമായ മനസ്സ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതിന് സമയമെടുക്കും, പരിശ്രമം ആവശ്യമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ ഉടൻ തന്നെ നിരാശരാകരുത്. വീണ്ടും ശ്രമിക്കുക. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെയാണത്. പലതവണ വീഴും, പക്ഷേ ഓരോ തവണയും എഴുന്നേറ്റ് വീണ്ടും വീണ്ടും ശ്രമിക്കും. ആ സ്ഥിരതയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഏഴാമതായി, മറ്റുള്ളവരെ സഹായിക്കുക. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ആ സന്തോഷം നമ്മുടെ മനസ്സിന് ശക്തി നൽകുന്നു. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം നൽകാൻ നമുക്ക് സാധിച്ചാൽ, അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ദാനം ചെയ്യുന്നത്, മറ്റുള്ളവരെ കേൾക്കുന്നത്, ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നത്, ഇതെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതിനോടൊപ്പം നമ്മളുടെ മനസ്സിനും നല്ലതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുക. ആളുകളെ പുഞ്ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുക. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും വെളിച്ചം ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇരുണ്ട കാലഘട്ടങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളുടെ ഉള്ളിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ വെളിച്ചം നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ശക്തരാകാൻ ശ്രമിക്കുക. ഒരു മരത്തിനെ പോലെ അതിൻ്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ആ മരം ശക്തമായി നിലനിൽക്കും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം നമ്മൾ ജീവിതത്തിൽ ശക്തരായിരിക്കും. നിങ്ങളിൽ ഓരോരുത്തരിലും ഈ ശക്തിയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം, അതിനെ പോഷിപ്പിക്കണം. ഒരു പുഷ്പം വിരിയുന്നത് പോലെ നിങ്ങളുടെ മനസ്സും വിരിയട്ടെ. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ, ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.